അടച്ചു. നടന്ന് മനക്കിലെ പറമ്പിനരികിലെത്തിയപ്പോഴാണ് ഇന്നലെ മനക്കിലെ കാരച്ചൻ പരമപിള്ള പറഞ്ഞത് സാറയ്ക്ക് ഓർമ്മ വന്നത്. മനക്കിലെ കാവിലെ മൂവാണ്ടന്മാവിൽ നിറയെ കണ്ണിമാങ്ങ വിരിഞ്ഞിട്ടുണ്ട് കുട്ടിയെ, വന്നാൽ പരമമാവൻ പറിച്ചു തരാം. മൂർഖൻ കറ വീണ പല്ലുകാട്ടി ചിരിച്ചുകൊണ്ട് പരമപിള്ള പറഞ്ഞപ്പോഴേ വല്യമ്മച്ചി വിലക്കി. അതൊന്നും വേണ്ട പരമു, അവളിനി ഈ നാട്ടിലെ മനക്കിലെ പറമ്പിൽ മാത്രമേ കയറാനുള്ളൂ. അല്ലെങ്കിൽ ഈ പറമ്പിൽ മാങ്ങില്ലാഞ്ഞിട്ടാ? അതങ്ങനെ ഒരു കണ്ണിമാങ്ങ കൊതിച്ചയായിപ്പോയി. അച്ചാറിടാനുള്ള മാങ്ങ മുറ്റത്തെ മാവിൽ നിന്ന് പറിക്കുകയായിരുന്നു പരമപിള്ള വന്നപ്പോൾ അവർ. സ്കൂളിൽ നിന്ന് വന്നപാടെ ഉടുപ്പൂരിയിട്ട് പെറ്റിക്കോട്ടുമിട്ട് മാങ്ങ പെറുക്കി കൂട്ടാൻ നിൽക്കുന്ന സാറയെ കണ്ടാണ് അയാൾ വന്നത്. വല്യമ്മച്ചിക്ക് ചെറിയ തോതിൽ അച്ചാറിൻ്റെ കച്ചവടമുണ്ട്. മാങ്ങയും ചാമ്പയ്ക്കയും ലുബിക്കയും നെല്ലിക്കയും നാരങ്ങയും എന്ന് വേണ്ട സകല സാധനങ്ങൾ കൊണ്ടും വല്യമ്മച്ചി അച്ചാറിടും. അതിനൊക്കെ നാട്ടിൽ നല്ലപോലെ ആവശ്യക്കാരുമുണ്ട്. പരമപിള്ള വന്നതും അച്ചാർ അന്വേഷിച്ചാണ്. ഇത് കണ്ണിമാങ്ങപ്രായം കഴിഞ്ഞല്ലോ ചേട്ടത്തി. കുട്ടയിൽ നിന്ന് ഒരു മാങ്ങയെടുത്ത് കടിച്ച് മാഞ്ചുവട്ടിൽ നിൽക്കുന്ന സാറയെ കണ്ണുകൊണ്ട് ആകമാനം ഒഴിഞ്ഞുകൊണ്ടാണ് പരമ്പുള്ള പറഞ്ഞത്. മാങ്ങക്കറ വീണ് മുഷിഞ്ഞ് അവളുടെ പെറ്റിക്കോട്ടിൽ ആകമാനം കണ്ണോടിച്ചാണ് അയാൾ മനക്കിലെ മൂവാണ്ടന്മാവിൻ്റെ കാര്യം പറഞ്ഞത്. ചെറിയ പുളിയും കയ്പും തരിപ്പും നിറഞ്ഞ കണ്ണിമാങ്ങളെ ഏറെ ഇഷ്ടമുള്ളത് കൊണ്ടാകാം അയാളുടെ ആ നോട്ടം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഞ്ഞിസാറയ്ക്ക് അയാൾ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓർത്തുകൊണ്ട് മനക്കിലെ പടിപ്പുരയിൽ നിന്ന് വട്ടം തിരികെയായിരുന്ന അവളെ കണ്ടതും പരമ്പുപിള്ളയുടെ കണ്ണൊന്നു വിടർന്നു. തൊടിയിലെ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ നിൽക്കുകയായിരുന്നു അയാൾ. അവസാനത്തെ ആളും പോയപ്പോൾ തന്നെ കൈകാട്ടി വിളിച്ച് അയാളുടെ അടുത്തേക്ക് മടിച്ചു ചെല്ലുമ്പോൾ അവൾ ചോദിച്ചു, എനിക്ക് കണ്ണിമാങ്ങ തരാമെന്ന് പറഞ്ഞില്ലേ? അത് കാവിൻ്റെ വടക്കേ അതിലുള്ള കുട്ടിയെ, എൻ്റെ കൂടെ വന്നോ? പറഞ്ഞത് നടന്നു തുടങ്ങി പരമു. അയാളുടെ പുറകെ എത്താൻ തിടുക്കപ്പെടുമ്പോൾ അവൾ വിളിച്ചു ചോദിച്ചു, വൈകുലല്ലോ അല്ലേ? വല്യമ്മച്ചിനെ കാണാൻ ഞാൻ വിഷമിക്കും. അതിനയാൾ മറുപടി പറഞ്ഞില്ല. പക്ഷേ ഒരാൾക്ക് കടന്നു